എല്ലാവർക്കും നമസ്കാരം. സമ്പത്തിനെക്കുറിച്ചുള്ള മറ്റൊരു ബൈബിൾ ചിന്ത കൂടി പങ്കുവെച്ചുകൊള്ളട്ടെ. ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ലാസറിൻ്റെയും ധനവാന്റെയും കഥയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ചിന്തിക്കുക. കഥയിൽ ധനികന് പേരില്ല, പക്ഷേ വലിയ സമ്പത്തുണ്ട്. ഭക്ഷിക്കാൻ രുചികരമായ ആഹാരമുണ്ട്, ധരിക്കാൻ വർണ്ണക്കുപ്പായങ്ങളുണ്ട്, വിശ്രമിക്കാൻ മനോഹരമായ പാർപ്പിടമുണ്ട്. എന്നാൽ ഈ കഥയിലെ ദരിദ്രന് പേരുണ്ട്, ലാസർ എന്നാണ് പേര്. പക്ഷേ ധനികനുണ്ടായിരുന്ന ഒരു സൗകര്യവും ലാസറിന് ഉണ്ടായിരുന്നില്ല. സമ്പത്തും ദാരിദ്ര്യവുമെല്ലാം ജീവിച്ചിരിക്കുന്ന വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള കാര്യമാണ് എന്നുള്ളത് പലരും വിസ്മരിക്കുകയാണ്. രണ്ടുപേരും മരിച്ചു. ലാസർ സ്വർഗത്തിലെത്തി, ധനികന് നരകത്തിൽ പതിച്ചു. ലാസറിന് ആനന്ദം, ധനികന് ക്ലേശം. ലാസറിന് സ്വർഗഭാഗ്യം കിട്ടിയത് അദ്ദേഹം ദരിദ്രനായിരുന്നത് കൊണ്ടല്ല, പകരം ദാരിദ്ര്യത്തിൻ്റെ പ്രതിസന്ധികൾക്കിടയിലും അദ്ദേഹം ദൈവാശ്രയബോധം നിലനിർത്തിയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ധനികന് നരകത്തിൽ പതിച്ചത് അയാൾ സമ്പന്നനായിരുന്നത് കൊണ്ടല്ല, ആ സമ്പത്ത് ശരിയായ വിധത്തിൽ വിനിയോഗിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള കാരണത്താലാണ്. ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം, ധനികന് പാതാളത്തിലെത്തിയിട്ടും മാനസാന്തരമുണ്ടായില്ല എന്നുള്ളതാണ്. ലാസർ സ്വർഗത്തിൽ അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്നത് കാണുമ്പോൾ ധനികന് അസ്വസ്ഥത പെരുകുകയാണ്, ക്ലേശം വർദ്ധിക്കുകയാണ്. അതിനുള്ള കാരണം സമ്പത്തിനെക്കുറിച്ചുള്ള അയാളുടെ കാഴ്ചപ്പാട് തെറ്റായിരുന്നു എന്നുള്ളതാണ്. അയാൾ സമ്പത്തിനെ കണ്ടത് എല്ലാ സമ്പത്തും എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന രീതിയിലാണ്. ധനികൻ അയാളുടെ വീട്ടുകാരെക്കുറിച്ച് ചിന്തിച്ചു എന്നുള്ളതും നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമാണ്. പാതാളത്തിൽ കിടന്നുകൊണ്ട് ധനികന് രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ലാസറിനെ തൻ്റെ പക്കലേക്ക് അയക്കണം, തൻ്റെ നാവ് നനയ്ക്കാൻ ലാസറിനോട് പറയണം. രണ്ടാമതായിട്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വീട്ടുകാരുണ്ട്, അവരുടെ പക്കലേക്ക് ലാസറിനെ അയച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകണം. ഈ രണ്ട് അഭ്യർത്ഥനകളും ദൈവം നിരസിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം, ഈ മരണാവസ്ഥയിൽ പോലും ലാസറിനെ അംഗീകരിക്കാൻ ഈ ധനികൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഒരു കൂലിക്കാരനായോ വേലക്കാരനായോ ലാസറിനെ കാണുകയാണ്. മറ്റു വാക്കുകളിൽ ഈ അവസ്ഥയിൽ പോലും ധനികൻ ലാസറിനെ തൻ്റെ സുഖത്തിനുള്ള ഉപകരണമായിട്ടാണ് പരിഗണിക്കുന്നത്. ചുരുക്കത്തിൽ ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സമ്പത്ത് പങ്കിടാനുള്ളതാണ്, മറ്റുള്ളവർക്ക് ദാനമായി നൽകാനുള്ളതാണ്, മറ്റുള്ളവരുടെ ക്ലേശങ്ങൾ കുറയ്ക്കുവാനുള്ളതാണ്. അങ്ങനെയാണ് ദൈവത്തിലേക്ക് സമ്പത്ത് നമ്മെ വഴി നടത്തുന്നത്.